അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഓരോ മരിച്ച വ്യക്തിയാണെങ്കിലും ഓരോ സ്പിരിറ്റ് ആണെങ്കിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എനർജി ആയിരിക്കും. ഓക്കെ, ചിലത് നല്ലതായിരിക്കാം, ചിലത് അഗ്രസീവ് ആയിരിക്കാം, ചിലത് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരാളോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരായിരിക്കാം. ഈ പ്രേതങ്ങളില് ഇതിലുള്ള ആൾക്കാരുണ്ടോ? ഏതാണ്? എന്താ പറയാ, കടിയെല്ലാം ആയിട്ട് പോയ ആൾക്കാർ അങ്ങനത്തെ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു നല്ല ഒരു സെക്സ് റിലേറ്റഡ് പടം കാണാനായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്നിട്ട് നമുക്ക് സ്പിരിറ്റിനെ കാണാം. വളരെ മോശമാണ്. അതെ, എന്നെ വിളിച്ച് നിങ്ങൾ ഇൻസൾട്ട് അങ്ങനെയല്ല, നിങ്ങൾ വളരെ മോശമായി പോയി. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചോറും കറിയും വെക്കാൻ ഇരിക്കുന്നല്ലോ ഇവിടെ. നിങ്ങൾ പല കണ്ടന്റുകളും ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ തമാശയായിരിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നെ നോക്ക്, നോക്കുമ്പോ നമുക്ക് ചിരി കൂടുന്നു. അതൊരു തെറ്റല്ല, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇല്ല, ഇനി എടാ അല്ല, അങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നല്ല, ഇത് നമുക്ക് ഞാൻ വീണ്ടും എന്നെ റെസ്പെക്ട് ചെയ്യുന്നല്ല. ഞാൻ ഒരിക്കലും ഞാൻ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ഇവന്റെ മുഖം നോക്കിയാൽ കുര്യാക്കോസ് എന്ന് പറയുന്നത് ഇവനെ കാണുമ്പോ എന്തോ ഒരു ചിരി വരുന്നു. അതാണ് സംസാരം കേൾക്കുമ്പോ ചിരി വരും. വാ, ഇനി നമുക്ക് ഇത് ചെയ്യാം, തുടങ്ങാം. ഇത് നമ്മൾ ഇതിൽ കൈ വെച്ച് കഴിഞ്ഞാല് പല മെസ്സേജ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, അത് നിങ്ങൾ വളരെ വ്യക്തമായി ചിരിക്കാതെ വളരെ സീരിയസ്നെസ്സിൽ എന്ത് ചെയ്യണം, കളിക്കണം. ഒരു മിനിറ്റ്, ഞാൻ 3 സെക്കൻഡ് പറഞ്ഞിട്ട് പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇത് ചെല്ലുക. മന്ത്രമായിട്ട് ചൊല്ലണം. നിങ്ങൾ 3 പേര്, നിങ്ങൾ 2 പേരും ഇതാക്കണ്ട, നീ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഞാൻ വീണ്ടും പറയണോ, ഷമീറെ അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുര്യാക്കോസിനോട് വീണ്ടും പറയണോ, ചിരിക്കണ്ട. ഓവറാക്കിയതിനുള്ള ഭവിഷ്യത്തിൽ ഷമീറിന് കിട്ടും. ഷമീറ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. നീ കളിക്കുന്നത് നിങ്ങളെ ഗാങ്ങിലുള്ള ഒരാളോടോ അല്ലെങ്കിൽ ഒരു കോമൺ വ്യക്തിയോടല്ല, ഒരു പലതരത്തിലുള്ള സ്പിരിറ്റിനോടായിരിക്കാം. അറിവില്ലായ്മ ഒരു അലങ്കാരമാക്കരുത് ഷമീറെ. ഷമീറിനെ മാറ്റി നമുക്ക് ജാസിനെ ആക്കിയാലോ? അല്ല, ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഷമീറിന് അത് കൺവിൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. വക്കീല ഫിലിപ്പങ്ങൾ എന്നെ കളിക്ക് കൂട്ടിയല്ലേ, ഞാൻ വക്കീല അല്ല ഓടിച്ചിട്ടോട് ഞാൻ പെട്ടെന്ന് ഒരു 3 സെക്കൻഡ് നിങ്ങൾ ചിരിക്കാണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ പറയുമ്പോ ചിരി വരാം. ഞാൻ പറയാണ്ട് ഇതിന് എന്ത് ചെയ്യരുത്, കൈ എടുക്കരുത്. ഓക്കെ, വിളിക്കാം. ഓക്കെ, വിളിച്ചോ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 വന്നില്ല, പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പ്ലീസ് കം. പ്ലീസ് കം. ചിരിക്കരുത് പ്ലീസ്. ശരിയല്ല, ഇതെന്താ ഇത് നമ്മുടെ സീരിയസിലേക്ക് കടന്നു കഴിഞ്ഞു. ഓക്കെ, ഇതെങ്ങനെ അനങ്ങുന്നേ? ഇതാരും അനക്കുന്നല്ലേ? എന്താ റാപ്പറാ? കൈയെടുത്ത പ്രശ്നമുണ്ടോ? അതല്ല ഇതെന്താ സൈറ്റാ? ചിരിക്കരുത്. അതെ, ഏതോ റാപ്പറ പേര് പോലെ ഉണ്ടല്ലോ. ഗുഡ് സ്പിരിറ്റ്. നിങ്ങൾ എന്താണെന്നറിയോ, അത് നിങ്ങളുടെ ഒരു സീരിയസ്നെസ് ഇല്ലായ്മയാണ് ഈ കാണുന്നത്. ഇല്ല. ഓക്കെ, ഞാൻ വീണ്ടും പറയണോ, ഇത് നീക്കാന്ന് നിങ്ങൾ വിചാരിക്കണം നിങ്ങളെ പൊട്ട ബുദ്ധിയാണത്. ഞാൻ വീണ്ടും പറഞ്ഞോ, നിങ്ങളുടെ രോമങ്ങൾക്ക് പോലും ഇതിലൊരു വിശ്വാസം ഇല്ല. ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ 4 ആളെ കൈ ഇതിൽ കൊള്ളുന്നില്ല.
ഈ കോയിനില് ഇത് ചെറിയ കോയിനല്ല. ഇത് യൂസ്ലെസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഷമീർ പറഞ്ഞത്. അവരെ മാറ്റിയേ ആ അല്ല അല്ല കുഴപ്പമില്ല. Please, ഇനി please. ഉണ്ട്. ഇനി ഞാൻ മിണ്ടൂല. കാരണം എന്താ പറയുക, ഇതിപ്പോ നിങ്ങൾ ഒരു മിനിറ്റ് കൈ എടുത്ത് ആ അത് മുതൽ എടുക്കാം. ഇതിലെന്താ സംഭവം? ഇതിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നമ്മൾ പറയണതോട് നിങ്ങൾ കേൾക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്ത് പരിചയമുള്ള ആളാണ്. അത് എനിക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെ പോണത്, ഏത് രീതിയിലാണ് വരുന്നതെന്ന്. പക്ഷെ നിങ്ങളിത് ഇങ്ങനെ ഒരു രീതിയിലാണ് ഇത് മുന്നോട്ട് പോകില്ല. ഇല്ല ഇനി ഞാനൊന്നും ഇതാക്കുന്നില്ല. ഓക്കെ, വെച്ചോ. ഇപ്പൊ ആദ്യം മുതൽ കളിക്കാം. ആ അല്ല ഇതിനൊരു ഗ്ലാസ് അങ്ങനെ എന്തോ ഇല്ലേ? ഗ്ലാസ് ഇതിന്റെ മുകളിൽ പൊത്തി വെക്കലില്ലേ? ഇല്ല, ഇത് മതി. നിങ്ങളിതപ്പോ ലാസ്റ്റ് കളിച്ചേ? അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് കളിച്ചതെന്ന് ഉദ്ദേശിച്ച അങ്ങനെയല്ല, അതിന് അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലത്തെ പദങ്ങളല്ല ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഇതെപ്പോ ചെയ്തു അല്ല ഞാൻ സിനിമ ഗ്ലാസ് ഉണ്ട്. ഈ ലാസ്റ്റ് കളിച്ചതെന്ന് അല്ല ഞാൻ ഈ ഒജോടെ കളിമൈൻഡായിട്ട് മാത്രം വന്നതുകൊണ്ട് മുന്നോട്ട് പോവില്ല. ഒരു പുരോഹിത എന്ന രീതിയിൽ ഇതൊക്കെ പറയാൻ എനിക്ക് വളരെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രശ്നമുണ്ടത്. ഇല്ല. ഓക്കെ, സോറി സാർ. അത് നിങ്ങൾ അത് ഗുഡ് സ്പിരിറ്റ്. ഇത് ഫേക്ക് ഒന്നുമല്ലല്ലോ. ഒരിക്കലും അല്ല. അതിപ്പോ ഞാൻ തെളിയിച്ചുതരാം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പ്ലീസ് കം. സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. കുര്യാക്കോസ് ചെയ്യുന്നതാ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഇതാ തിരിച്ച് ഇല്ല അങ്ങനെ ഒരു മിനിറ്റ്, ഇതിപ്പോ നിങ്ങൾക്ക് ആരും നയിക്കാൻ തോന്നുന്നില്ല. കുര്യാക്കോസ് നയിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു സോളിന് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമില്ല. ആരോട്? കുര്യാക്കോസ് വിളിച്ചാലും കുര്യാക്കോസിന്റെ വീട്ടുകാരനാണോ അത്? ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അത് കോമഡി ആയിട്ട് നിങ്ങൾ എടുത്തു. ഇത് അല്ല, എനിക്ക് തോന്നുന്നു നിങ്ങള് ഒന്നാമത്തെ കാര്യം ഇതിൽ ഗ്ലാസ് എല്ലാം വെക്കുന്ന പരിപാടി ഉണ്ട്. നിങ്ങൾ ഗ്ലാസ് അത് നിങ്ങള് ഗ്ലാസ് കൊണ്ടുവന്നു. അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം പറയട്ടെ. ഗ്ലാസ് ഇത് വെള്ളടിക്കാവുന്നല്ല. നമ്മള് ചിരിക്കരുത്. ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ ചിരിക്കരുത്. നമ്മൾ ഇത്രയും ഒരു ഈ ഒരു സ്പിരിറ്റുള്ള ഈ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാം. നിങ്ങൾ ഇനി സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു ഇംപ്രഷൻ കൊടുക്കാം, അല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ കൊടുക്കാം, ഒക്കെ ചെയ്യാം. ഈ സ്പിരിറ്റിന്റെ പേരെന്താന്ന് അറിയാൻ പറ്റുമോ? അല്ല, അതെന്താ അറിയോ, വളരെ ഡിസ്റ്റർബ്ഡ് ആണ് അത്. നിങ്ങളോട് പറഞ്ഞു അതെനിക്ക് അറിയാൻ പറ്റുന്നോണ്ടാണല്ലോ ഞാൻ ഈ മെഴുകുതിരി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അല്ലേ? ആണോ? അല്ലെങ്കിൽ നീ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മോട്ടീവ് എന്തായിരുന്നു? ഷമീർ, തമാശ വിട്, സീരിയസിലേക്ക് വാ. കം, കോമഡി ടൈം കഴിഞ്ഞു. പേടിപ്പിക്കല, പേടിക്കണം. നീ കളിക്കണത് ഇഹാദിനോടോ അല്ലെങ്കിൽ കുര്യാക്കോസിനോടോ ജാസിനോടോ ഒന്നുമല്ല. പ്രയത്നം പറയരുത്, ആത്മാവിനോടാണ്. ഓക്കെ, ആത്മാവ് പല സിറ്റുവേഷനിലൂടെ കടന്നു പോയാൽ നമുക്ക് അല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് ഞാൻ വീണ്ടും പറയാം, നിങ്ങളത് മനസ്സിരുത്തി സീരിയസ് ആയിട്ട് നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ. അത് എങ്ങനെ മരിച്ചു? ഇതൊരു ഫേക്ക് ആയിട്ട് തോന്നുന്നു. ഞാൻ പറയട്ടെ, ഒരാള് ജനിക്കുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? നീ ജനിച്ചില്ലേ? കുര്യാക്കോസ് ജനിച്ചില്ലേ? ഞാൻ ജനിച്ചുകൊണ്ടാണല്ലോ കുര്യാക്കോസിന് മുമ്പിൽ നിൽക്കുന്നത്. കുര്യാക്കോസ് ഇപ്പോഴും ബാലരമ വെച്ചോണ്ടിരിക്കുക. കുര്യാക്കോസ് ബാലരമേന്നൊന്നും പുറത്തേക്ക് വാ. നമ്മള് വലിയൊരു ഇതിലേക്ക് പോയേക്കണേ. നമുക്ക് ഒന്നും കൂടി ചീട്ടിട്ട് നോക്കാം. അല്ല, ഇത് കളിച്ചു നോക്കാം. ഷമീറിനെ കണ്ടു കഴിഞ്ഞാൽ പ്രേതം പോയിട്ടൊരു അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് പോയിട്ട് ഒരാളും വരില്ലാണ്. നമുക്ക് മമ്മൂനെ വിളിച്ചാലോ? അല്ല, അതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇതിപ്പോ എന്റെ ആവശ്യമായിട്ടുണ്ട് എന്ത്, ഇതൊരു ജെനുവിനാണ് എന്നുള്ളത്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഇവിടെ വിശ്വാസം ഇല്ലാത്ത ആളെന്ന് പറഞ്ഞാൽ ഈ ഷമീർ കുര്യാക്കോസില്ലേ. അല്ല, നിങ്ങൾക്കത് ഞാൻ പറയണോ, ഇത് കാണുന്ന ആർക്കാണെങ്കിലും ഒരു കളി കളിച്ചിട്ട് ഇല്ല, ഇത് കളി എന്നൊക്കെ ഇപ്പം പറയണം. ഇത്ര വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കാണരുത് പ്ലീസ് ഷമീർ. ഷമീറ
അതിന് വിടും. മതി 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 കുറെ സമയം വാ വാ വാ. കുര്യാക്കോസേ